ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ആ ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ മത്സരിച്ച 4 പാർട്ടികളെ കുറിച്ചാണ്. പഴയ കാലത്തെ 4 പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അന്നത്തെ ഇലക്ഷനിൽ മത്സരിച്ച 4 പാർട്ടികളെ കുറിച്ചും അവരുടെ ഐഡിയാസിനെ കുറിച്ചും അവരുടെ ലീഡേഴ്സിനെ കുറിച്ചും അവരുടെ ആ ഒരു സാഹചര്യത്തെ കുറിച്ചും അവസ്ഥയെ കുറിച്ചും ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. 4 പാർട്ടികൾ, അതിൽ ഓരോന്നും 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കത്തുള്ളൂ ഓരോന്നും. അതില് ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടി നമുക്കറിയാം, ഒന്നാമത്തെ ജനറൽ ഇലക്ഷനിൽ അല്ലെ കോൺഗ്രസ് മേധാവിത്വമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോൺഗ്രസിന്റെ മേധാവിത്വമാണ്. എന്നിരുന്നാലും ഒട്ടനവധി പാർട്ടികൾ അന്ന് മത്സരിച്ചു. അന്ന് മത്സരിച്ച പാർട്ടികളിൽ എടുത്തു പറയത്തക്ക ഒരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചും അവരുടെ ചരിത്രത്തെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. സോഷ്യലിസ്റ്റ് പാർട്ടി was formed in 1934 within the Congress. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത് തന്നെ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തോട് താല്പര്യം പുലർത്തിയ കുറച്ച് യുവാക്കൾ ചേർന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1934. 1934 ഈ പാർട്ടി കോൺഗ്രസിനകത്ത് രൂപം കൊള്ളുന്നത്. അന്ന് കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് സമരം നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള, അതായത് സോഷ്യലിസത്തോട് ആഭിമുഖ്യം പുലർത്തിയ കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് സോഷ്യലിസ്റ്റുകൾ, അവരാണ് കോൺഗ്രസിനകത്ത് ഈ പാർട്ടിക്ക് രൂപം കൊടുത്തത്. അവരുടെ പ്രധാന ഐഡിയ, അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടു മേക്ക് കോൺഗ്രസ് മോർ റാഡിക്കൽ ആൻഡ് ഇഗാലിറ്റേറിയൻ. ടു മേക്ക് കോൺഗ്രസ് മോർ റാഡിക്കൽ ആൻഡ് ഇഗാലിറ്റേറിയൻ. കോൺഗ്രസിനെ കൂടുതൽ ഇഗാലിറ്റേറിയൻ ആക്കുക, അതായത് സമത്വസുന്ദരമാക്കുക, അല്ലെങ്കിൽ റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക, കോൺഗ്രസിന്റെ നയങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയവയൊക്കെയായിരുന്നു ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ 1934 കോൺഗ്രസ് ഇത് രൂപം കൊണ്ടത്. എന്നാൽ 1947 in 1948 കോൺഗ്രസ് അബോളിഷ്ഡ് ഡയൽ സിറ്റിസൺഷിപ്പ്. 1948 കോൺഗ്രസ് ഡയൽ സിറ്റിസൺഷിപ്പ് അബോളിഷ് ചെയ്തു. ഡയൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇരട്ട പൗരത്വം എന്ന് പറയും. ഇരട്ട പൗരത്വം, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള ആളുകൾ അല്ലെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അതിനകത്തുണ്ട്. അപ്പൊ ഒരു വ്യക്തി തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലും അതേപോലെ കോൺഗ്രസിലും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ 1948 കോൺഗ്രസ് അബോളിഷ്ഡ് ഡയൽ സിറ്റിസൺഷിപ്പ്. ഡയൽ സിറ്റിസൺഷിപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന് 2 പാർട്ടികളിൽ ഒരേ സമയം അംഗമായിരിക്കണം ആണ് ഡയൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് അബോളിഷ് ചെയ്തു, ഇല്ലാതാക്കി. അങ്ങനെ ആയപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഈ സോഷ്യലിസ്റ്റുകൾ they drop out from Congress and they form a party called Socialist Party in 1948. സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടാക്കി, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ 1948. അപ്പൊ ഡയൽ സിറ്റിസൺഷിപ്പ് അബോളിഷ് ചെയ്തപ്പോഴാണ് കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന ഒരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ആൻഡ് ദ മെയിൻ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി was democratic socialism. Democratic socialism was the main idea of Socialist Party. Socialist പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം. നമുക്കറിയാം, സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രൂപത്തിലാണ് പരിഷ്കരിച്ചിട്ടുള്ളത്, പല രൂപത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ ഇറ്റ് വാസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇന്ത്യയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സോഷ്യലിസ്റ്റ് രീതി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്, ജനാധിപത്യ സോഷ്യലിസം. എന്നാൽ ക്യൂബയിൽ ചെന്നാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ക്യൂബൻ സോഷ്യലിസം ആണ്. അതായത് ഫിഡൽ കാസ്ട്രോ
സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയതാണ് ക്യൂബൻ സോഷ്യലിസം. There is difference between democratic socialism and Cuban socialism. ഇനി റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെ റഷ്യയിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്സിസത്തിന്റെ രൂപത്തിലാണ്. കാർൽ മാർക്സ് ഈ സോഷ്യലിസത്തെ നിർവഹിച്ചുണ്ടാക്കിയതാണ് മാർക്സിസം. ചൈനയിൽ ചെന്നാൽ മാവോയിസം ഉണ്ട് അല്ലെ. മാവോ സേതു സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് മാവോയിസം. അപ്പൊ സോഷ്യലിസത്തിന് പല വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ സ്വീകരിച്ച സോഷ്യലിസം എന്ന് പറയുന്നത്, ഇവർ സ്വീകരിച്ച സോഷ്യലിസം ഏതാണ്? ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്, ജനാധിപത്യ സോഷ്യലിസം. അപ്പൊ ഡെമോക്രാറ്റിക് സോഷ്യലിസം വാസ് ദ മെയിൻ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഡെമോക്രാറ്റിക് സോഷ്യലിസം വാസ് ദ മെയിൻ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി. കാര്യം ഇവര് സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ഇവര് they criticized the Congress favoring landlords and capitalist class. They criticized the Congress favoring capitalists and landlords. മുതലാളിമാരെയും ഭൂജന്മിമാരെയും കോൺഗ്രസ് അവരുടെ താല്പര്യങ്ങളാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നു, അവരുടെ താല്പര്യങ്ങൾക്കാണ് കോൺഗ്രസ് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഇവർ വിമർശിച്ചിരുന്നു കോൺഗ്രസിനെ. And the Congress neglects the aspirations and interests of the poor people or the working class. പാവപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് യാതൊരു വിലയും കോൺഗ്രസ് കൊടുക്കുന്നില്ല. കോൺഗ്രസ് പ്രാധാന്യം കൊടുക്കുന്നത് മുതലാളിമാർക്കും അല്ലെങ്കിൽ ഭൂജന്മിമാർക്കും ബിസിനസ് ക്ലാസ്സിനൊക്കെയാണ് എന്ന് ഇവർ ഈ സോഷ്യലിസ്റ്റുകൾ അന്ന് വിമർശിച്ചു കോൺഗ്രസിനെ. അപ്പൊ എന്ത് തന്നെയായാലും കോൺഗ്രസ് ഇതിനകത്ത് രൂപം കൊണ്ട ഈ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് പതുക്കെ രാജ്യത്ത് ശക്തി ആർജിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇവരുടെ മെയിൻ ഐഡിയ. പക്ഷേ in 1955 in Avadi Congress declared that their main idea was democratic socialism. It created a dilemma in socialists. 1955 കോൺഗ്രസിന്റെ ആവടി കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് ചേർന്ന സമ്മേളനത്തിൽ ആവടി കോൺഗ്രസിൽ 1955 ആവടി കോൺഗ്രസിൽ വെച്ചാണ് കോൺഗ്രസ് ഡിക്ലെയർ ദാറ്റ് their main idea was democratic socialism. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയ ജനാധിപത്യ സോഷ്യലിസം ആണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അന്ന് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ ആ പാർട്ടി തന്നെ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം അവരുടെ മെയിൻ ഐഡിയ ആയിട്ട് എടുക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആശയം ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ സോഷ്യലിസ്റ്റുകൾ ആകെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചടി നേരിട്ടു. കാര്യം അവർ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ഒരവസ്ഥയിലോട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി മാറി. എന്ത് തന്നെയാലും കാലക്രമേണ ഈ പാർട്ടി ഒരുപാട് സ്പ്ലിറ്റ്സിന് വിധേയമായി, ഒട്ടനവധി സ്പ്ലിറ്റ്സിന് വിധേയമായി. സ്പ്ലിറ്റ്സ് ആൻഡ് റീയൂണിയൻസ്. The party comes through many splits and reunions. ഒരുപാട് പാർട്ടികളായിട്ട് ചിഹ്ന ഭിന്നമായി മാറി. അതിൽ അന്ന് ഒരുപാട് പാർട്ടികളായിട്ട് മാറി. അതിൽ ഉദാഹരണമാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ടധാണങ്ങളുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു കാലക്രമേണ. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളായിട്ട് ഇവര് സ്പ്ലിറ്റ് ചെയ്തു. ഈ പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് പോയി, ഇവരുടെ ശക്തി പോയി. ഡെമോക്രാറ്റിക് സോഷ്യലിസം കോൺഗ്രസ് മെയിൻ ഐഡിയ ആയിട്ട് എടുത്തപ്പോൾ തന്നെ ഇവരുടെ ശക്തി ക്ഷയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. എന്ത് തന്നെയാലും അന്ന് ഇവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമുക്ക് നോക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ, Achyut Padwartan, Ashok Mehta and Ram Manohar Lohia. Jayaprakash Narayan, Achyut Padwartan, Ashok Mehta and Ram Manohar Lohia. So these are the prominent leaders of Socialist Party. നമുക്കറിയാം ജയപ്രകാശ് നാരായൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു ജയപ്രകാശ് നാരായൺ. നമുക്കറിയാം ടോട്ടൽ റവല്യൂഷൻ ആഹ്വാനം ചെയ്ത നേതാവാണ് ജയപ്രകാശ് നാരായൺ.
ഇവരായിരുന്നു ആദ്യകാല നേതാക്കന്മാർ, ഈ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ. മനസ്സിലായി. പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പാർട്ടി പല ചിഹ്ന ഭിന്നമായി പോയി. മനസ്സിലായി. ഇന്ന് നമ്മളെ ഇന്ത്യൻ കോണ്ടംപററി പൊളിറ്റിക്സിൽ നമുക്ക് ഈ പാർട്ടിയുടെ പിന്തുടർച്ച അവകാശപ്പെടുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം. സമാജ്വാദി പാർട്ടി, ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി, ജനതാദൾ, രാഷ്ട്രീയ ജനതാദൾ, ജനതാദൾ സെക്യുലർ, അല്ലെ, അതിന്റെ പേരിൽ ഒരുപാട് പാർട്ടികളുണ്ട്. സ്പ്ലിറ്റായി പോയി. ഇന്ന് ഇവരൊക്കെയാണ് കോണ്ടംപററി പൊളിറ്റിക്സിലുള്ള പാർട്ടികൾ. ഇതിന്റെ പ്രതിനിധിത്വം അവകാശപ്പെടുന്ന സമാജ്വാദി പാർട്ടി, ജനതാദൾ, രാഷ്ട്രീയ ജനതാദൾ, ജനതാദൾ സെക്യുലർ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ഒന്നുകൂടെ ഓടിച്ച് പറയാം. It was founded in 1934 within the Congress, and Congress ഡയൽ സിറ്റിസൺഷിപ്പ് 48-ൽ അബോളിഷ് ചെയ്തപ്പോഴാണ് ഇവർ വേറെ പ്രത്യേക പാർട്ടി ആവുന്നത്. 48-ൽ അവരുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ഇവർ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നത് കോൺഗ്രസ് വ്യവസായികൾക്കും പണക്കാർക്കും ലാൻഡ് ലോഡ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ ആവടി കോൺഗ്രസ് 1955 ആവടി കോൺഗ്രസ് ജനാധിപത്യ സോഷ്യലിസം അവരുടെ ഐഡിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ പാർട്ടിക്ക് തകർച്ച നേരിടുകയാണ്. പിന്നീട് അത് പല സ്പ്ലിറ്റ്സിന് വിധേയമായി. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളായിട്ട് ചിഹ്നഭിന്നമാകുന്നു. പ്രോമിനന്റ് ലീഡേഴ്സ് ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത ആൻഡ് റാം മനോഹർ ലോഹിയ. ഇന്നത്തെ കോണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമുക്കറിയാം സമാജ്വാദി പാർട്ടി, ഉത്തർപ്രദേശ്, ജനതാദൾ, RJD, ജനതാദൾ സെക്യുലർ തുടങ്ങിയവയൊക്കെ തന്നെ ഇന്നത്തെ കോണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള പാർട്ടികളാണ്. ഇതിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന പാർട്ടികളാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ മത്സരിച്ച വേറൊരു പാർട്ടിയെ കുറിച്ച് പഠിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ്, അവരുടെ ചരിത്രം. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ പ്രധാനമായിട്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് CPI-യും മറ്റൊന്ന് CPM. അപ്പൊ ഇതിൽ നമ്മളിപ്പോ പഠിക്കുന്നത് CPI-യെ കുറിച്ചാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉദയം ചെയ്യുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉദയം ചെയ്യുന്നു. അത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ്. In the early 1920s, the communist groups emerged in different parts of India by taking inspiration from the Bolshevik Revolution of 1917. നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ മാർക്സിസ്റ്റ് വിപ്ലവമായിരുന്നു റഷ്യൻ റവല്യൂഷൻ. ലോകത്തിൽ ഇതിനു മുമ്പ് ഒട്ടനവധി വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് ഗ്രേറ്റ് സക്സസീവ് മാർക്സിസ്റ്റ് റവല്യൂഷൻ ഇൻ ദ വേൾഡ് എന്നാണ് റഷ്യൻ റവല്യൂഷനെ പറയുന്നത്. അപ്പോൾ ആ റഷ്യൻ റവല്യൂഷൻ റഷ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം രക്തരൂഷിതമായിട്ടുള്ളതായിരുന്നു റഷ്യൻ വിപ്ലവം. ആ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ആവിർഭവിക്കുന്നത്. 1920-കളിലാണ് തുടങ്ങുന്നത് ഗ്രൂപ്പ്സ്, ഇങ്ങനെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ചെറുപ്പക്കാരെ ആകർഷിച്ചു തുടങ്ങുന്നത്. ഫ്രം 1935 they work within the Congress, within the fold of Congress. 1935 ശേഷം ഈ ഗ്രൂപ്പുകൾ
പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ്. കോൺഗ്രസിനകത്ത് കാര്യം നമ്മൾ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം നടത്തിയാണ് ദേശീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഫ്രം 1935 the communist groups they work within the Congress. But in 1941 they drop out from Congress. 1941 ഇവർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1941 അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. 1941 എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ they supported Britain against Nazi Germany. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടൻ ആ സമയത്ത്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനം ഇഷ്ടപ്പെട്ടിട്ടില്ല. ജർമ്മനിക്കെതിരായിട്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം റഷ്യയും ബ്രിട്ടനും ഒരുമിച്ച് നിന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിയെയും ജർമ്മനിയെയും എതിർക്കുന്നത്, അല്ലെങ്കിൽ അവരോട് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ബ്രിട്ടനെതിരെ ഇവിടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ഇത് കോൺഗ്രസ് നേതൃത്വം ഇഷ്ടപ്പെടുത്തില്ല. അതിന്റെ ഫലമായിട്ട് ഡ്രോപ്പ് ഔട്ട് ഫ്രം കോൺഗ്രസ് ഇൻ 1941. 1941 ഇവർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ട ഇവർ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇറ്റ് വാസ് നോട്ട് എ റിയൽ ഇൻഡിപെൻഡൻസ്. ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. ഇറ്റ് വാസ് നോട്ട് റിയൽ ഇൻഡിപെൻഡൻസ്. സോ ദേ സ്റ്റാർട്ടഡ് എ വയലന്റ് അപ്രൈസിംഗ് ഇൻ തെലങ്കാന ഏരിയ. തെലങ്കാന എന്ന പ്രദേശത്ത് ഇവർ ഒരു വയലന്റ് അപ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്തു. വയലന്റ് അപ്രൈസിംഗ് മീൻസ് റിവോൾട്ടാണ്. ഒരു വിപ്ലവം ആരംഭിക്കും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ ഉള്ളൂ. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ ഉള്ളൂ. അപ്പൊ ബ്രിട്ടൻ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തെലങ്കാന ഏരിയയിൽ ഒരു വിപ്ലവം സംഘടിപ്പിക്കും. ഒരു വയലന്റ് അപ്രൈസിംഗ് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അക്രമാസക്തമായ ഒരു വിപ്ലവം ഇവർ സംഘടിപ്പിക്കും. ബട്ട് the revolt became a failure by the lack of public support. The revolt became a failure by the lack of public support. Due to the lack of public support. Public support ഇല്ല. സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളൂ. ഉടൻ തന്നെ ഇവർ ഒരു വിപ്ലവം നടത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനങ്ങൾ അതിനെ പിന്തുണച്ചില്ല. അതിന്റെ ഫലമായിട്ട് ഈ വിപ്ലവം പരാജയപ്പെടുന്നു. It was crushed by the armed forces. The revolt was crushed by the armed forces. സൈന്യം ഈ വയലന്റ് ആയിട്ടുള്ള ഈ ഒരു റിവോൾട്ടിനെ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. And so they decided to participate in democratic process. അതിനുശേഷമാണ് അവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നത്. ഈ വയലന്റ് ആയിട്ടുള്ള അപ്രൈസിംഗ് അല്ലെങ്കിൽ റിവോൾട്ട് അല്ലെങ്കിൽ വിപ്ലവം പരാജയപ്പെട്ടതിന് ശേഷം ഇവർ ഇന്ത്യൻ ജനാധിപത്യ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഫലമായിട്ട് 1951 ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുകയും ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്സ് 16 സീറ്റ്സ് ഇൻ ലോക്സഭ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്സഭയിൽ 16 സീറ്റുകൾ നേടുന്നു. മെയിൻ ഓപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭ. ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണ് ചെയ്തത്. അന്ന് 16 സീറ്റ് നേടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1951 ജനറൽ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 16 സീറ്റുകൾ നേടുന്നു. ഈ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കേഡർ പാർട്ടിയാണ്. And the party had a well-oiled party machinery and it's a cadre party. ഇതൊരു കേഡർ പാർട്ടിയാണ്. കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് പാർട്ടിയാണല്ല, വ്യക്തികളുടെ താല്പര്യങ്ങൾക്കുപരി പാർട്ടിയുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം.
പാർട്ടി പറയുന്നത് എന്തോ അത് അണികൾ കേട്ടോളണം, പാർട്ടി മെമ്പേഴ്സ് അനുസരിച്ചോളണം. ഒരിക്കലും അച്ചടക്കം അംഗീകരിക്കാത്ത പാർട്ടിയാണ്. കാര്യം അച്ചടക്കം ലംഘിക്കുന്നവരെ നിലനിർത്താത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് ഇപ്പൊ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. അല്ലെ, പാർട്ടി പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരുപാട് പേര് പാർട്ടിയിൽ നിന്ന് പുറത്തായിരുന്നു. അല്ലെ, ഇപ്പൊ എം വി രാഘവൻ, കെ ആർ ഗൗരിയമ്മ, അല്ലെ, പാർട്ടിയാണല്ല, ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള പാർട്ടി ലീഡേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവരേക്ക് പാർട്ടി പുറത്താക്കുന്നത് പാർട്ടി എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച് കൊണ്ടാണ്, പാർട്ടിയുടെ താല്പര്യത്തിന് പറഞ്ഞു. അങ്ങനെയുള്ള പാർട്ടികൾ നമ്മൾ എന്താ കേഡർ പാർട്ടി എന്നാ പറയുന്നത്, കേഡർ പാർട്ടിയാണ്. മനസ്സിലായി? അപ്പോൾ ദ പാർട്ടി ഹാഡ് എ വെൽ ഓയിൽഡ് പാർട്ടി മെഷീനറി ആൻഡ് ഇറ്റ്സ് എ കേഡർ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അന്നും ഇന്നും ഈ പ്രദേശങ്ങൾ തന്നെയാണ് ആന്ധ്ര, ബീഹാർ, കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. ആൻഡ് ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രധാനപ്പെട്ട ആദ്യകാല ലീഡേഴ്സ് ഇവരൊക്കെയാണ്: എ കെ ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ ആൻഡ് S.A. ഡാഗെ. The prominent leaders of the Communist Party were A K Gopalan, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ ആൻഡ് S.A. ഡാഗെ. ഇവരെല്ലാം തന്നെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ്. നമുക്കറിയാം EMS ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. AKG നമുക്കറിയാം. എന്ത് തന്നെയായാലും ഈ പാർട്ടി തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ഇടയിൽ പെട്ടെന്ന് തന്നെ പ്രചാരണം നേടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യാപനത്തിനിടയിൽ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനത്തിന്റെ പേര് പാർട്ടിയെ പലവണ്ണം നിരോധിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രശ്നങ്ങൾ പാർട്ടി പ്രവർത്തനം നേരിട്ടിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1964 the party is subjected to a split. ഈ പാർട്ടി ഒരു സ്പ്ലിറ്റിന് വിധേയമായി. അതായത് the party splits into two, CPI and CPM. CPI and CPM. അതായത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്ന് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രോ റഷ്യൻ ആണ്, മറ്റൊന്ന് പ്രോ ചൈനീസ് ആണ്. ഒന്ന് പ്രോ റഷ്യൻ, മറ്റൊന്ന് പ്രോ ചൈനീസ്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നവരും മറ്റൊന്ന് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നവരും. എന്നാൽ നമുക്കറിയാം 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കും. 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കും. ഈ സമയത്ത് ഈ പ്രോ ചൈനീസ് ടീമിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഈ വിങ് അത് ചൈനീസ് ആക്രമണത്തെ അപലപിക്കുവാൻ തയ്യാറായില്ല. ഇത് റഷ്യൻ ഗ്രൂപ്പിനെ ചൊടിപ്പിക്കുകയും and it created a ideological rift between these two groups. ഒരു ഐഡിയോളജിക്കൽ റിഫ്റ്റ് ഉണ്ടായി, ഇവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള അന്തരം ഉണ്ടാക്കുകയും CPIയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള അന്തരം ഉണ്ടാക്കുകയും അവസാനം ഇതിൽ ദ പ്രോ ചൈനീസ് ഗ്രൂപ്പ് ഫോംഡ് CPI. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അംഗീകരിച്ചിരുന്ന വിഭാഗം വേറൊരു പാർട്ടിയായി മാറുന്നു 1964. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. അപ്പൊ ഇത്രയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്ന് പറയാം. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉദയം ചെയ്യുന്നത് 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ്. 1920 ശേഷം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉദയം ചെയ്യുന്നു. അവര് 1935 ശേഷം കോൺഗ്രസിന്റെ അകത്താണ് പ്രവർത്തിച്ചത്. 41 ഇവർ കോൺഗ്രസിൽ പുറത്താകുന്നു. കാരണം അവിടെയുള്ള കോൺഗ്രസിൽ പുറത്താകുന്ന കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ അഗേൻസ്റ്റ് നാസി ജർമ്മനി. ഇതിന്
എന്നാൽ 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഇത് ജസ്റ്റ് നോട്ട് എ റിയൽ ഇൻഡിപെൻഡൻസ്, ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ സ്റ്റാർട്ടഡ് വയലന്റ് അപ്രൈസിംഗ് തെലുങ്കാന, വിപ്ലവം സംഘടിപ്പിക്കുകയാണ് തെലുങ്കാന. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നു, ഫെയിലുവർ, ഇത് പരാജയപ്പെടുകയാണ്. ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല, പബ്ലിക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി മെഷീനറി ഉണ്ട്, കേന്ദ്ര പാർട്ടിയാണ്. 1951 ഇവരെന്ത് ചെയ്യുന്നു, ജനറൽ ഇലക്ഷനിൽ മത്സരിക്കുന്നു. പിന്നെ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് മറ്റേ വയലന്റ് ആയിട്ടുള്ള അതൊക്കെ ഉപേക്ഷിച്ചിട്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഇലക്ഷനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ CPIക്ക് 16 സീറ്റുകൾ നേടുന്നു. 16 സീറ്റുകൾ നമുക്ക് കിട്ടുന്നു. ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ദാറ്റ്. പിന്നെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. ലീഡേഴ്സ് എന്ന് പറയുന്നത് AK ഗോപാലൻ, EMS, EC ജോഷി, അജയ് ഘോഷ്, സുന്ദരയ്യ ആൻഡ് SA ഡാംഗെ. ഇവരായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമതാണ് 1964 രണ്ടാമത് അല്ലെ. CPI മാത്രമേ ഉള്ളൂ. അതിനകത്ത് 2 ഗ്രൂപ്പ് ഉണ്ട്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുന്നവരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുന്നവരും. 62 ചൈനീസ് ആക്രമണത്തെ അവലംബിക്കാൻ തയ്യാറാകാതിരുന്ന ചൈനീസ് ഗ്രൂപ്പും റഷ്യൻ ഗ്രൂപ്പും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് പ്രോ ചൈനീസ് ഗ്രൂപ്പ് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അതാണ് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. രണ്ടുപേരും ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്.